ഇറാൻ അമേരിക്കയുമായി നടത്തിയ ആണവ കരാറുകൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്ന തരത്തിലേക്കാണ് ആയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അമേരിക്കയുമായി ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബാന്ധവുമില്ല. ഞങ്ങൾ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടല്ല ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. ഞങ്ങളെ ഇപ്പോൾ റഷ്യ പോലുള്ള രാജ്യങ്ങൾ വളരെ സ്നേഹത്തോടെ സംരക്ഷിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഞങ്ങൾ കൂടി പങ്കാളിയാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും വലിയ രീതിയിലുള്ള നേട്ടം തന്നെയാണെന്നും ഇത് തുടരാൻ ഏതറ്റം വരെയും പോകുമെന്നും ഖമനേയി വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത തരത്തിൽ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിയിരിക്കുകയാണ്. അമേരിക്കയല്ല ലോക പോലീസ്. അമേരിക്ക പറയുന്നത് പഞ്ചപുച്ഛമടക്കി കേട്ടുകൊണ്ടിരിക്കുന്ന നാളുമല്ല ഇത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇൻഡിപെൻഡൻസി ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കൃത്യമായി ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടാൽ അവർക്ക് ചോദിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും ഇസ്രായേലിനെന്നല്ല മറ്റൊരു രാജ്യങ്ങൾക്കും അവകാശമില്ല. യുദ്ധത്തിനാണ് തയ്യാറെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ തീർക്കാം എന്നൊരു വെല്ലുവിളി കൂടി ഖമനേയി നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഏതെങ്കിലും ബങ്കറിൽ പേടിച്ചൊളിച്ചിരിക്കും എന്ന് വിചാരിക്കുക വേണ്ട. ഞങ്ങൾക്ക് ഉരുക്ക് ഡോമുകൾ ഇല്ലായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ആത്മാഭിമാനം ആരുടെ മുന്നിലും പണയപ്പെടുത്തിയിട്ടില്ല എന്നത് വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ കരാർ പുതുതായി അമേരിക്കയുമായി പുതുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല എന്ന തരത്തിലേക്കാണ് അവരുടെ നിഗമനം. കാരണം ഇപ്പോൾ അറ്റോമിക് ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അമേരിക്കയുമായുള്ള കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ വിശദമാക്കുന്നില്ല. യുഎൻ ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുകയാണ്. ഇറാന് ആണവ ശാക്തീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടായിക്കൂടാ? അവർ രാജ്യമാണ്, അവർക്ക് സ്വതന്ത്ര അവകാശമുണ്ട്. അവർ ആണവ പരീക്ഷണം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ റഷ്യ അടക്കം അറബ് രാജ്യങ്ങളടക്കം യുഎന്നിലെ പല രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ്. റഷ്യ പിന്തുണയ്ക്കുകയാണ്. ഇംഗ്ലണ്ട് എതിരഭിപ്രായമൊന്നും പറയുന്നില്ല. സുരക്ഷാ സമിതിയിൽ അമേരിക്ക മാത്രമാണോ സ്ഥിരാംഗങ്ങൾ? മറ്റു രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളല്ലേ? ചൈനയും റഷ്യയും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ സ്ഥിരാംഗങ്ങളാണ്. അവരുടെ അഭിപ്രായത്തിനും വിലയുണ്ട്. അത് തെറ്റിക്കാൻ അമേരിക്ക ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയില്ല. അമേരിക്കയുടെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാം. ഒരു ഇമ്പീരിയലിസ്റ്റിക് ഭരണം, ഒരു സ്വേച്ഛാധിപത്യ ഭരണം കൊണ്ടുവരാം, പണ്ട് ബ്രിട്ടൻ ചെയ്തതുപോലെ കോളനിവൽക്കരിക്കാം എന്നൊക്കെ ധാരണയുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്നുള്ളതും ഖമനേയി വ്യക്തമാക്കുന്നു.